ഓ, ഞാനിന്ന് വന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയെ കുറിച്ച് പറയാനാണ്. ഇറ്റ്സ് കോൾഡ് ബാഡ് ഗേൾ. ഞാൻ ഈ ഇടയ്ക്കിടയിലും വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. കാരണം അതിൽ വരുന്ന പോലെ ഞാനും എൻ്റെ അമ്മയും ഒരു സ്കൂളിൽ പഠിക്കുകയും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ അതിൽ വരുന്ന കുറേ ഇൻസിഡൻസും ഒത്തിരി എന്നെ കണക്ട് ചെയ്യിപ്പിച്ചു. അതായത് അവൾ അതിൽ ആദ്യം അവൾക്ക് ഉണ്ടാകുന്ന ഡ്രീം പോലെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം പോലെ എനിക്കും കുഞ്ഞിലെ സ്വന്തമായിട്ട് ഒരു സ്പേസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെതായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എൻ്റെതൊക്കെ ഭയങ്കര ഉരിയാടായിരുന്നു. ലൈക്ക് ഒരു ഹിമാലയത്തിന്റെ താഴെ ആരും ഇല്ലാത്തൊരു വില്ലേജിൽ കുറെ മഞ്ഞ് വരുമ്പം അവിടെ ഒരു കുഞ്ഞു വീടും അവിടെ കുറെ പട്ടിക്കുട്ടികളും ഞാനും മാത്രം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഡ്രീം. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ മൂവി ഇങ്ങനെ പോകെ ദർ ആർ ലൈക്ക് ഈവൻ ദോ ലൈക്ക് ദർ ആർ സോ മെനി ലെയേഴ്സ് അതിൽ. ഇങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്. അതായത് അതിൽ വരുന്ന അമ്മയുടെയും അത് മെയിൻ ക്യാരക്ടറിന്റെയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അവസാനം അവളുടെ ഫ്രണ്ട് പറയുന്ന പോലെ എത്ര എത്ര തവണ നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയി ഹഗ് ചെയ്തിട്ടുണ്ടാവും. ഈ മൂവി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ഞാനൊരു 21 ഇയേഴ്സ് തൊട്ട് സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അന്ന് ആദ്യം ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പം ആഹ് അച്ഛൻ എനിക്കറിയായിരുന്നു ഓക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അമ്മ, ഞാൻ അമ്മ ബീങ് ഐ ഓൾവേസ് തോട്ട് ഷീ ഈസ് ബീങ് ലൈക്ക് ആൻ ഓർത്തഡോക്സ് വുമൻ. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അമ്മ ഇതിന് ഓക്കെ പറയുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഓക്കെ, നീ പോയിട്ട് വാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആ ടൈമിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും അന്ന് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു ആൻസർ ഉണ്ട്. അതായത് എവിടെയൊക്കെയോ എന്റെ ഡ്രീമാണ് നീ ഇപ്പൊ ജീവിക്കുന്നത്. അതിനെ വല്ലാണ്ട് അതങ്ങ് ശരിക്കും എന്നെ ഹോണ്ട് ചെയ്തു. കാരണം അതായത് ഓക്കെ, എനിക്കറിയില്ലായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യണം എന്നൊരു ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഇതുവരെ അമ്മ സ്വന്തമായിട്ട് എവിടെയും പോയി കണ്ടിട്ടുമില്ല. അതുപോലെ ചിന്തിച്ച് നോക്കുമ്പം എൻ്റെ വീട്ടില് ലൈക്ക് എൻ്റെ അമ്മ എനിക്ക് ചെയ്ത ഒരു നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഷീ നെവർ പാസ്ഡ് ഓൺ ലൈക്ക് ഹർ ട്രോമ ഇൻടു മീ. ലൈക്ക് ഒരിക്കലും ആ ജനറേഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വന്ന ഓരോ കാര്യങ്ങൾ ഒരിക്കലും എന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സോ എൻ്റെ ഇതിൽ എൻ്റെ അമ്മയാണ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇഫ് യു ഗോട്ട് ടൈം പ്ലീസ് ടു വാച്ച് ദിസ് മൂവി. ഐ എം ഷുവർ ദാറ്റ് എവരിബഡി വിൽ ലൈക്ക് ഇറ്റ്. ഓർ അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു കേട്ടതാണ്. യു മേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ലൈക്ക് ഇറ്റ്, ബട്ട് യു കനോട്ട് നോ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊരു സാധനം.